വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വാത്സല്യനാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. യെശയ്യാപ്രവചന പുസ്തകം അതിൻ്റെ 49-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ, 15-ഉം 16-ഉം വാക്യം വായിക്കുമ്പോൾ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നിന്റെ മതിലുകളിൽ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ആഴമേറിയ ദൈവശബ്ദമാണ് ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കർത്താവ് ചോദിക്കുകയാണ്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്ന് കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കില്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ആര് മറന്നാലും, ആര് മാറ്റിവിട്ടാലും, ആരകന്നു പോയാലും, ഓ സ്തോത്രം, പെറ്റമ്മ മറന്നാലും, പാട്ടുകാരൻ പാടി, പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നെ ആശ്രയം. ആ പാട്ട് കേൾക്കുമ്പോൾ ആരെല്ലാം മറന്നാലും മറക്കാത്ത ഒരു ദൈവം, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, പെറ്റമ്മ മറന്നോട്ടെ, ആര് മറന്നാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ മറക്കയില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ മറക്കത്തില്ല. മറക്കുന്നൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അതിലെഴുതിയിരിക്കുന്നു, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, ദൈവം മറന്നാലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. മനുഷ്യനൊരു പക്ഷേ മറന്നു പോകും, എന്നാൽ ദൈവം നമ്മളെ മറക്കത്തില്ല. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ദൈവം നമ്മളെ മറന്നു പോകത്തില്ല. ദൈവം നമ്മളെ കാണാണ്ടിരിക്കുന്നില്ല. നമ്മൾ രാത്രിയും പകലും ഒരുപോലെ കാണുന്ന ദൈവം, ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലും, രാത്രിയുടെ കണ്ണുനീരിൻ്റെ നടുവിലും, നിരാശയുടെ നടുവിലും, ഒറ്റപ്പെടലിൻ്റെ നടുവിലും, എല്ലായിടത്തും നിന്ദയും ദുഷിയും പരിഹാസവും വന്ന് അറിയാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജീവിതത്തിൽ എല്ലാ രീതിയിലും മാനസികമായി ശാരീരികമായി ഒതുക്കുമ്പോഴും നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മളെ കാണുന്നൊരു ദൈവമുണ്ട്. അമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ പൈതലെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. അടുത്തെഴുതിയിരിക്കുന്നു, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. കർത്താവായ ദൈവം നമ്മളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. പേടിക്കണ്ട. ഏത് പ്രതികൂലങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴും, പ്രശ്നങ്ങളുടെ നടുവിലൂടെ പോകുമ്പോഴും, തകർത്ത് കളയും, മുക്കിക്കൊന്നു കളയും എന്ന് പറയുന്ന സ്ഥാനത്തും നമ്മുടെ കർത്താവ് നമ്മെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുകയാണ്. വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ചതെല്ലാം ചെയ്തുകൊണ്ട്, ദൈവവചനത്തിലൂടെ ദൈവഭാഗത്ത് കാത്തിരുന്ന്, കർത്താവിൻ്റെ ശക്തിയെ പ്രാപിച്ച്, ബലത്തിൻ്റെ മേൽ ബലം പ്രാപിച്ച്, ക്രിസ്തു യേശുവിൻ്റെ ശബ്ദമായി മാറാൻ, ക്രിസ്തു യേശുവിൽ ജീവിക്കുവാൻ, ക്രിസ്തു നടന്നതുപോലെ ഒന്ന് നടക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശബ്ദമായി ഒന്ന് മാറുവാൻ, ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചുകൊണ്ട്, ആ ശബ്ദം ഒന്ന് കേട്ടുകൊണ്ട്, ആ കൃപയ്ക്ക് അകത്ത് വീണ് കിടന്നുകൊണ്ട്, പാപത്തെ ജയിച്ചുകൊണ്ട്, ദുഷ്ടൻ്റെ തന്ത്രങ്ങളെ ഉടച്ചുകൊണ്ട്, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല പ്രിയപ്പെട്ടവരെ. സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് എതിരെ വരുന്ന ശത്രുവിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് ആത്മാവിൻ്റെ ജയത്തോടെ പ്രാർത്ഥനയുള്ള മക്കളായി, ദൈവവചന ധ്യാനമുള്ള മക്കളായി, ആത്മാവിൻ്റെ ബലത്തോടെ വചനത്തിലൂടെ നമുക്ക് ജീവിക്കാമോ? വചനം എന്തൊക്കെ പറയുന്നുവോ അതനുസരിക്കാമോ? അതാണ് നമുക്ക് ആവശ്യം. യേശുവിൻ്റെ വചനത്തിലൂടെ നമുക്ക് ജീവിക്കാം. കർത്താവ് പറഞ്ഞു, മക്കളെ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. കർത്താവ് കൈ പിടിച്ച് പുറത്തിറക്കിയ പൈതലാണോ? ആരൊക്കെ മറന്നോട്ടെ, എന്നാൽ കർത്താവ് മറക്കത്തില്ല. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ധ്യാനിക്കുമ്പോൾ കർത്താവ് ആരെയെല്ലാം പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ അവരൊന്നും ദൈവം മറന്നിട്ടില്ല. അന്ത്യം വരെ അവരെ വഴി നടത്തി. ഒരിടത്തും വീണു പോകാൻ ദൈവം വിട്ടില്ല. ഒരിടത്തും തകർന്നു പോകാൻ ദൈവം വിട്ടില്ല. ഒരിടത്തും നശിച്ചു പോകാൻ ദൈവം വിട്ടില്ല. പിന്നെയോ അവരെ ബലത്തോടെ നിർത്തി, അവരെ ശക്തിയോടെ നിർത്തി, അവരെ കൃപയോടെ നിർത്തി, അവരെ അധികാരത്തോടെ നിർത്തി, അവരെ അഭിഷേകത്തോടെ നിർത്തി. എന്തുകൊണ്ട്? സ്തോത്രം. കർത്താവ് വിളിച്ചിറക്കി. വിളിച്ച ദൈവം വിശ്വസ്തൻ തന്നെ. ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവ പൈതലെ, കർത്താവ് നിന്നോട് പറയുന്നു, സ്തോത്രം, പെറ്റ സ്ത്രീ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല.
പെറ്റ സ്ത്രീ മറന്നോളട്ടെ, സാരമില്ല, ഞാൻ നിന്നെ മറക്കത്തില്ല. ഇന്ന് മറക്കാത്ത കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആരൊക്കെ എവിടെയൊക്കെ മറന്നാലും യേശു മറക്കത്തില്ല. ആ മറക്കാത്ത കർത്താവിൻ്റെ മുൻപിൽ വീണുകൊണ്ട്, കുറവുകളെ ഉണർന്നുകൊണ്ട്, പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട്, തങ്ങൾ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണെങ്കിൽ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനോട് പറയാം, കർത്താവേ എന്നെയും കൂടെ ഉള്ളം കയ്യിൽ വരയ്ക്കണമേ അപ്പ. എൻ്റെ അപ്പനായി, എൻ്റെ അമ്മയായി എനിക്ക് എൻ്റെ യേശുവിനെ വേണം. ഇനിയുള്ള ജീവിതം എൻ്റെ യേശുവിനായി ജീവിക്കാം. യേശുവിൻ്റെ മകനും ഒരു ഉറപ്പുണ്ട്. കാരണം പെറ്റ സ്ത്രീ മറന്നാലും എൻ്റെ ദൈവം എന്നെ മറക്കത്തില്ലെന്ന്, എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നെന്ന്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പൈതലെ, താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഇല്ല എങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പറയാം, കർത്താവേ എന്നെയും കൂടെ ഉള്ളം കയ്യിൽ വരയ്ക്കണമേ, എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എൻ്റെ കർത്താവ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഞാൻ തകർന്നിരിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ കരുണ എൻ്റെ മേൽ പകരണമേ, അങ്ങയുടെ ബലം എൻ്റെ മേൽ പകരണമേ. എന്നെയും കൂടെ ഒന്ന് തുടരണമേ അപ്പാ. പോകല്ലേ കടം തന്നെ അപ്പാ, എന്നെയും കൂടെ ഒന്ന് തുടരണേ അപ്പാ. എൻ്റെ ജീവിതത്തിനകത്തേക്ക് ഒന്ന് തുടരണമേ അപ്പാ. എൻ്റെ സ്വഭാവത്തിനകത്തേക്ക് ഒരു മാറ്റം വരണമേ. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ആശ്വാസം, സമാധാനം തരണമേ. എൻ്റെ കർത്താവിൻ്റെ സ്നേഹം എന്ന് നീ അനുഭവിച്ചിട്ടില്ല അപ്പാ, സമാധാനം അനുഭവിച്ചിട്ടില്ല. ഇന്ന് കർത്താവിൻ്റെ സമാധാനം എനിക്ക് വേണം. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആരെല്ലാം പറയും കർത്താവിനോട്, അപ്പച്ചാ അവിടുത്തെ സ്നേഹം, അവിടുത്തെ സമാധാനം എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ ക്ഷമിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് അങ്ങ് വരണമേ. എൻ്റെ കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നെന്ന് ആർക്ക് പറയാൻ പറ്റും? അല്ല, യേശുവിനെ കണ്ടുമുട്ടി ദൈവവചന പ്രകാരം ജീവിക്കുന്ന പൈതലാണോ? ഭയപ്പെടേണ്ട. ഏതൊക്കെ മേഖലയോട് പോകുമ്പോഴും ആരൊക്കെ മറന്നുകൊണ്ടിട്ട്, ആരും കണ്ടില്ലെങ്കിൽ കണ്ടിട്ടും കാണാത്തവരെ പോലെ പോയാലും പേടിക്കണ്ട. പെറ്റ സ്ത്രീ മറന്നാലും മറക്കാത്തൊരു ദൈവം കൂടെയുണ്ട്. താങ്കളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. തകർന്നു പോകരുത്, ആമേൻ, വീണു പോകരുത്. ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കിക്കൊണ്ട്, ബലത്തിൻ്റെ മേൽ ബലം പ്രാപിച്ചുകൊണ്ട്, സ്തോത്രം, ദൈവ വചനം എന്ത് പറയുന്നു, ദൈവ ശബ്ദം എന്ത് പറയുന്നു, കർത്താവിനേക്ക് നോക്കി പിൻപിലുള്ളത് മറന്ന് മുന്നിലുള്ളത് ആഞ്ഞുകൊണ്ട് പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടി, വിശുദ്ധിയോടെ ഓടി നമുക്ക് ദൈവ കൃപ അനുഭവിച്ച് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കാമോ? വീണ്ടും നമ്മൾ ധ്യാനിക്കുമ്പോൾ സ്തോത്രം, ഞാൻ പറയട്ടെ, പിന്മാറിപ്പോയ ആരെങ്കിലും ആണോ ഈ ശബ്ദം കേൾക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടെ കരിക്കട്ടകളെ കനലാക്കുന്നൊരു കർത്താവ് വന്നിട്ടുണ്ട്. കരിക്കട്ടയായിരിക്കുകയാണോ? എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോയി, എവിടെയൊക്കെ വീണുപോയി കർത്താവേ, യേശു ഞാൻ അകന്നുപോയി, എനിക്ക് ഒരു മടക്കിയവർ ആവശ്യമാണ്. താങ്കൾ എവിടെ പോയി എന്ന് ഓർത്ത് വചനം പറയുന്നു, ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ വിളക്ക് കത്തിച്ചു, അടിച്ചു വാരി. ബ്രഹ്മ കിട്ടിയപ്പോൾ സന്തോഷമായി. സ്തോത്രം, എവിടെയാണ് നഷ്ടപ്പെട്ടെന്ന് ഓർത്ത് ഒന്ന് മടങ്ങി വന്ന്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്ത് കർത്താവിൻ്റെ അടുക്കൽ വന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാം. എന്നാൽ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേലെ ഉദിച്ചിരിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ്, എവിടെയാണോ വീണുപോയത് ആ സ്ഥലത്ത് നിന്ന് ചാടി എഴുന്നേറ്റ്, അപ്പാ ഞാനിത് അടുത്ത് വരുന്നു, അപ്പാ മടങ്ങി വരുന്നു, അങ്ങയുടെ അടുക്കലേക്ക് സുബോധത്തോടെ മടങ്ങി വരുന്നു. എവിടെയൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു പോയി കർത്താവേ, എന്നെയും എൻ്റെ മേലും അങ്ങയുടെ ശക്തിയെ പകരണമേ. കർത്താവ് പറയും, മക്കളെ, പെറ്റ സ്ത്രീ മറന്നു പോയാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. സ്തോത്രം, ഉള്ളം കയ്യിൽ ദൈവം വരച്ചിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. കർത്താവ് അറിയാൻ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ല. ഭാരപ്പെടണ്ട. എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റെടുത്ത് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം ചെയ്യും. വചനത്തിൽ ജീവിക്കാമോ? പ്രത്യാശയോടെ ജീവിക്കാമോ? വിശ്വാസത്തോടെ ജീവിക്കാമോ? അതത് സമയത്ത് എല്ലാം നമുക്ക് നൽകി നിറയ്ക്കുവാൻ ദൈവം മതിയായവൻ. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ശരണപ്പെടാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കേൾപ്പിച്ച ആഴമേറിയ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന സകലരെയും ദൈവകരങ്ങൾ തരുന്നു. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ഈ സന്ദർഭത്തിലപ്പ എല്ലാവരെയും കർത്താവ് തൊടണമേ. പിന്മാറ്റക്കാരെ കർത്താവ് മടക്കി വരുത്തണേപ്പ. യേശുവിനെ കണ്ടുമുട്ടാത്തവരാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ അവരെയും കൂടെ ഒന്ന് തൊടണേപ്പ. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നുള്ള വചനപ്രകാരം കർത്താവ് പേര് ചൊല്ലി വിളിക്കണേപ്പ. പെറ്റ സ്ത്രീ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. കർത്താവേ, ആരൊക്കെ മറന്നുപോയി, എല്ലാവരും മാറിപ്പോയി, കണ്ണീരോടെ ഇരിക്കുന്ന മക്കളെ ഒന്ന് ആശ്വസിപ്പിക്കണേ അപ്പ. അങ്ങയുടെ ഉള്ളം കയ്യിൽ വരയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിന്മാറിപ്പോയവർ മടക്കി വരുത്തണം. യേശുവിനെ കണ്ടുമുട്ടാതെ നിൽക്കുന്നവരെ കർത്താവ് തൊടണമേ. അഹങ്കണ്ണുകളെ തുറക്കണം. യേശുവിനെ കണ്ടുമുട്ടട്ടപ്പ. ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ സഹായിക്കണമേ. ഒപ്പം കർത്താവിൽ ജീവിച്ചു പോകുന്ന മക്കൾക്കായി സ്തോത്രം. അവർ അന്ത്യം വരെ നിലനിന്ന് കർത്താവിൻ്റെ മഹത്വമായി മാറട്ടെ. രോഗങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം വിട്ടുപോകട്ടെ. സ്വർഗ്ഗമംഗളത്തിന് ചെയ്തിരിക്കായി സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.